ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൽ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മംഗോളിയൻ ഡിഷാണ്. അതായത് മംഗോളിയൻ ബീഫ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് മംഗോളിയൻ ബീഫ്. ശരിക്കും പറഞ്ഞ ഒരു അമേരിക്കൻ ഡിഷാണ്, പ്രോബബ്ലി ഒരു ചൈനീസ് ഡിഷ് കൂടിയാണ്. ഇന്റർനാഷണൽ ഹോട്ടലുകളിലെല്ലാം ഈ സാധനം അവൈലബിൾ ആണ്. മംഗോളിയൻ ബീഫ് പലതരത്തിലുണ്ടാക്കും. ബീഫ് ആവട്ടെ, ചിക്കൻ ആവട്ടെ, മട്ടൺ ആവട്ടെ, എല്ലാ ലെവലിലും നമ്മൾ ഉണ്ടാക്കും. പക്ഷെ ഇന്ന് നമ്മൾ മംഗോളിയൻ ബീഫ് കുറച്ചൊരു ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. വളരെ കുറച്ചാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോ ബീഫ്, അത് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് സ്പ്രിംഗ് ഒണിയനാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, ക്യാപ്സിക്കം ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്, പാർസല്, പിന്നെ കോൺസ്റ്റാർച്ച്, പിന്നെ ഡാർക്ക് പെപ്പർ അതായത് കുരുമുളക് പൊടി, സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 2 കോഴിമുട്ട, അതിൻ്റെ വെള്ളയാണ് നമുക്ക് ആവശ്യം, പിന്നെ ഉപ്പ്, ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ, പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സോസുകളാണ്. ഇതിൻ്റെ മെയിൻ സോസ് വന്നിട്ട് ഓയിസ്റ്റർ സോസാണ്. ഓയിസ്റ്റർ സോസ്, ടൊമാറ്റോ സോസ്, ഡാർക്ക് സോയ സോസ്, പിന്നെ സോയ സോസ്, പിന്നെ വാട്ടർ, വെള്ളം ആവശ്യത്തിന്. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ മംഗോളിയൻ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ബീഫ് കട്ട് ചെയ്യാം. മനോജ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ എല്ലാം കട്ട് ചെയ്തോ? ചെറുതായി കട്ട് ചെയ്തോ? ചെറുതായി കട്ട് ചെയ്തോ. ബീഫ് നമുക്ക് ഇത് നീളത്തിൽ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ബീഫ് കട്ട് ചെയ്ത് വെച്ചു. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ബീഫ് ഓരോരോ പീസുകളായിട്ട് നീളത്തിൽ നമ്മൾ നൈസായി കട്ട് ചെയ്ത്, ഒരുപാട് നൈസാക്കിയിട്ടില്ല, ഒരുപാട് നൈസാക്കിയാൽ ഇത് പൊട്ടിപ്പോവും. ഇനി ഇതിലേക്ക് സാൾട്ട് 1/2 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ നമ്മുടെ സോഡാപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ഓക്കെ, സെറ്റായി വെക്കാം. ഓക്കെ മനോജ്, ഒരു 30 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോ അപ്പോ നമ്മുടെ ബീഫ് എടുക്കാം അല്ലേ, തുറക്കാം. അപ്പൊ ഏകദേശം നല്ലപോലെ ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായി ക്ലീൻ ആയിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ എഗ്ഗിന്റെ വെള്ള, മഞ്ഞ മാറ്റിയിട്ടുള്ള വെള്ള അതൊഴിച്ചു. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ നല്ലപോലെ മിക്സ് ചെയ്യാം. 1/2 കിലോ ബീഫിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നുള്ള കണക്കാണ് എടുക്കേണ്ടത്. കൂടാൻ പാടില്ല. ഇനി നമുക്കിതൊരു 10 to 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ എണ്ണ ചൂടാക്കാം. വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ, ഇത് ഗ്യാസ് കത്തിച്ച് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. 10 മിനിറ്റ് 12 മിനിറ്റ് ആയി. നമ്മുടെ ബീഫ് നമുക്ക് മെല്ലെ അതിലേക്ക് ഇടാം. ഗ്യാസ് ഒന്ന് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ചൂടായിട്ടില്ല. നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ഇടാം. ഒരു ബീഫ് ഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വേവിക്കുന്നത്, ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ലോ കുക്കിൽ ഒരു ലോ ഫ്ലെയിമിൽ എങ്ങനെ പോയാലും ഒരു 10 to 15 മിനിറ്റോളം വേവേണ്ടി വരും. കരിയാതെ നോക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വേവുള്ളൂ. അതിൻ്റെ ഉള്ളിലെല്ലാം കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരുപാട് ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പുറത്ത് കരിയും, ഉള്ളിൽ വേവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ
സ്ലോ കുക്കാണ് വേണ്ടത്. നമ്മുടെ ബീഫെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം. കുറച്ച് ഗ്യാസ് കൂട്ടിയിട്ട് അടുത്ത ട്രിപ്പ് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലിത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കട്ടിയിൽ തന്നെ ചെയ്യണം. അല്ലാതെ തന്നെ ഒരുപാട് നൈസാക്കി കഴിഞ്ഞാൽ എണ്ണയിലെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ബീഫ് ഫ്രൈ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച്, 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്, 3 ടീസ്പൂൺ സോയ സോസ്, ഇനി 3 ടീസ്പൂൺ ബ്രൗൺ സോസ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ, അതായത് ബ്രൗൺ ഷുഗർ. ഇനി ആവശ്യത്തിന് വെള്ളം. നല്ലപോലെ ഇളക്കുക. സോസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ഓയിൽ വേറൊരു പാനിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് നമ്മുടെ ഗാർലിക്കും ജിഞ്ചറും ആഡ് ചെയ്യാം. ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇടുക. ചെറിയ പീസായി കട്ട് ചെയ്തത്, വലിയ പീസായി കട്ട് ചെയ്തത് ഇനി വേറെ അടുത്തൊരു ട്രിപ്പിലിടും. ഇനി ജസ്റ്റ് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ സോസ്, ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ്. ബീഫിൽ ഏകദേശം നമ്മുടെ സോസ് എല്ലാം ഒന്ന് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോസ് എല്ലാം നമ്മുടെ ബീഫിലേക്ക് നല്ലപോലെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, കുരുമുളക് പൊടി. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായി. നല്ല ചൂടുമായിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ടോ, ഓണിയൻ വേഗം പാർസലേ ഫുള്ളായിട്ടോ. നമ്മുടെ ക്യാപ്സിക്കനും പാർസലയും പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും ഇട്ട് കഴിഞ്ഞതും അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ്. അത് കുക്കാവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി മാത്രം മതി. ഓഫ് ചെയ്തു. റെഡി. മംഗോളിയൻ ബീഫ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കതിൻ്റെ അറേഞ്ച്മെന്റിലേക്ക് പോകാം. ഇനി നമുക്കിത് നമ്മുടെ ഫൈനൽ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മളിതിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ടൊമാറ്റോ സോസ് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം, 1 ടേബിൾ സ്പൂൺ മതി. നമ്മുടെ ചെറുതായിട്ട് മതി, മാത്രം ഇത് മതി. അത് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. മംഗോളിയൻ ബീഫിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് ബ്രെഡാണ്. ഇതിലേക്ക് ഏറ്റവും നല്ല സൈഡ് ഡിഷ്. പിന്നെ ചപ്പാത്തിയിലേക്കും കഴിക്കാം, പിന്നെ പൊറോട്ടയിലേക്കൊക്കെ കഴിക്കാം. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ബ്രെഡ്, ബന്ന് അതിലേക്കൊക്കെ നന്നായിരിക്കും. നമ്മുടെ മംഗോളിയൻ ബീഫിൻ്റെ അറേഞ്ച്മെന്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ ടേസ്റ്റ് നോക്കൽ ചടങ്ങിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും നല്ലത് ബ്രെഡാണ്. ചെറിയൊരു പീസ് എടുക്കാൻ ആദ്യം, ചെറുതിൽ നിന്നും വലുതിലേക്ക് പോവാം. അതെ, മംഗോളിയൻ ബീഫ് സുഖമായില്ലേ? ബ്രെഡ് ഇതിന് പറ്റിയതാണോ? ഇതിന്റെ ഏറ്റവും കോമ്പിനേഷൻ ബ്രെഡാണ്. ലൈറ്റ് ആയിട്ടുള്ളത്, ഉപ്പും ആ സോസൊക്കെ വളരെ നല്ലൊരു സ്മെല്ലിലേക്ക് വന്നു അല്ലേ? ചെറുതിൽ നിന്നും വലുതിലേക്ക് അല്ലേ?
ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടോ. സോസ് ഉഗ്രനായില്ലേ? നല്ല ടേസ്റ്റ് ആയി. എല്ലാ സോസും കൂടി വന്നപ്പോ നല്ല ടേസ്റ്റും. സോസ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കവർ ചെയ്ത് നമ്മൾ ഈ ബീഫിനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ സോസും കൂടി കവർ ചെയ്ത് ഒരു ബീഫും തമ്മിൽ ഒട്ടുന്നില്ല, കണ്ടല്ലേ? എല്ലാം ഇങ്ങനെ വേറെ 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 കിടക്കണം. അപ്പൊ അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. അല്ലെങ്കിൽ എല്ലാം കൂടി കുത്തി കുഴഞ്ഞ് കിടക്കും. ഇതല്ല, ഇത് ഓരോ ബീഫിന്റെ പീസും ഓരോ പീസായി മാറിയിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് ബീഫിനെ കവർ ചെയ്ത് മൊത്തം സോസിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും വീട്ടിൽ തയ്യാറാക്കണത്. കാരണം എന്താ പറയാ, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കണം. തയ്യാറാക്കിയിട്ട് ഇതിന്റെ കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതുവരെയും ബൈ.